വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് വയനാട്ടിൽ തുടക്കമായി. ദേശീയ രാഷ്ട്രീയത്തെ കോൺഗ്രസ് നിർണ്ണയിക്കുന്ന കാലമാകും ഇനിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത സംഘടനയെ ബാധിക്കരുത് എന്ന് K സുധാകരനും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് VD സതീശനും അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായുള്ള മുന്നൊരുക്കമാണ് KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നടക്കുന്നത്. വിജയത്തിനായുള്ള കർമ്മ പദ്ധതി ക്യാമ്പിൽ ആവിഷ്കരിക്കും. രാജ്യത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് ഇനി നിശ്ചയിക്കുകയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കൂടെ നിൽക്കുന്നവർക്ക് പോലും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നായിരുന്നു ആശങ്ക. അതിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യം മാറി. നമ്മളിവിടെ ആളുണ്ടായിരുന്നില്ല, നമുക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, നമ്മളിവിടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ കോൺഗ്രസ് നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനമെടുത്തു. ഏത് വിധേനയും ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തണം. പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നതാണ് തെരഞ്ഞെടുപ്പിൽ CPIM-ന് തിരിച്ചടിയായതെന്ന് K സുധാകരൻ പറഞ്ഞു. ഈ പിഴവ് കോൺഗ്രസിന് സംഭവിക്കരുത്. നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത സംഘടനയെ ബാധിക്കരുതെന്നും K സുധാകരൻ പറഞ്ഞു. നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും അഭിപ്രായ ഭിന്നതകളോ അത് സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായോ തരത്തിലേക്ക് നീങ്ങാൻ പാടുള്ളതല്ല. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് VD സതീശൻ പറഞ്ഞു. ആരെയും മാറ്റി നിർത്തരുത്. അതേസമയം K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. K മുരളീധരൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ആളല്ലെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ, MP-മാർ, MLA-മാർ തുടങ്ങി 123 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 24 വയനാട്.